Hello, welcome back to Handmade by Hasna. ഇന്നത്തെ വീഡിയോയിൽ റൗണ്ട് മാറ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു മാറ്റ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സ്റ്റിച്ചസും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. ഇനി ക്രോഷ്യ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാലും മതി. അപ്പോൾ ഇനി വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് മാറ്റ് തുടങ്ങുന്നത് മാജിക് സർക്കിൾ വെച്ചിട്ടാണ്. മാജിക് സർക്കിൾ ചെയ്യാനായിട്ട് ഈ രണ്ട് വിരൽ ഇതേപോലെ ഒന്ന് പിടിക്കുക. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ യാൺ. ഇതിൻ്റെ അറ്റതേ ഈ ഭാഗത്തുണ്ട്. അപ്പം വിരൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ യാണ് നമ്മുടെ വിരലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് എക്സ് ഷേപ്പിൽ മുകളിൽ കൂടെ ഇങ്ങനെയും ഒന്ന് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചുറ്റിയ യാൺ. ഇത് രണ്ടാമത് ചുറ്റിയ യാൺ. അപ്പം ആദ്യം ചുറ്റിയ യാണിൻ്റെ താഴെ കൂടെ ഹുക്ക് ഇങ്ങനെ ഒന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് ചുറ്റിയ യാണെന്ന് ഇതേപോലൊരു ലൂപ്പ് എടുക്കുക. അപ്പോൾ ഇതാണ് മാജിക് സർക്കിൾ. ഇനി നമുക്ക് ചെയിൻ 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹുക്കിനെ ഈ യാൺ ഉണ്ടല്ലോ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഈ ഹുക്കിൻ്റെ മുകളിലുള്ള ഈ ലൂപ്പ് ഉണ്ടല്ലോ അതിനുള്ളിലൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക. ചെയിൻ 1 ചെയ്തു. ഇനി 2 ചെയിൻസും കൂടെ ചെയ്യണം. ചെയിൻ 2, ചെയിൻ 3. ഇപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 11 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മാജിക് സർക്കിളിനകത്താണ് 11 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഹുക്കിനെ ഈ ആണിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഹുക്കിനെ ഈ സർക്കിളിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഈ ആണെന്നൊരു ലൂപ്പ് ഇതുപോലെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 3 ലൂപ്സാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ 2 ലൂപ്പ് ഉണ്ടല്ലോ അതിനുള്ളിലൂടെ ഈ ആണെന്ന് ഒരു ലൂപ്പ് വലിച്ചെടുക്കണം. ഇങ്ങനെ ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 2 ലൂപ്സാണ് ഉള്ളത്. ഇനി ഒരു ലൂപ്പ് ഇവിടുന്ന് എടുത്തിട്ട് ഈ 2 ലൂപ്പിലൂടെയും ഒരുമിച്ച് വലിക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യത്തെ ഈ ആണിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഹുക്ക് കൊണ്ട് ഒരു ലൂപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 3 ലൂപ്സാണുള്ള. ഇതിൽ ആദ്യത്തെ 2 ലൂപ്സിനുള്ളിലൂടെ ഒരു ലൂപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 2 ലൂപ്സ് ഉണ്ട്. ഈ 2 ലൂപ്സിനുള്ളിലൂടെയും ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇനി 11 ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ മൊത്തമായിട്ട് ചെയ്യേണ്ടത്. അതിൽ 2 ഡബിൾ ക്രോഷ്യ ഓൾറെഡി ചെയ്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള 9 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് വരാം. തേർഡ് ഡബിൾ ക്രോഷ്യ, fourth double crochet, fifth double crochet, 11th double crochet. 11 സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ തുടക്കത്തിലുള്ള സ്റ്റിച്ചസൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൗണ്ട് ചെയ്ത് നോക്കുക. കാരണം ഒരു സ്റ്റിച്ച് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഷേപ്പിൽ തന്നെ നല്ല ഡിഫറൻസ് വരും. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 സ്റ്റിച്ചസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ആ ഒരു ചെയിൻ 3 ഉണ്ടല്ലോ, ആ ചെയിൻ 3നെ നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയിൻ 3 അടക്കം മൊത്തത്തിൽ 12 ഡബിൾ ക്രോഷ്യാണ് നമ്മൾ ഈ ഒരു മാജിക് സർക്കിളിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാറ്റിൽ ചെയ്യാൻ പോണ എല്ലാ ചെയിൻ 3യും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് തന്നെയാണ് കേട്ടോ കൺസിഡർ ചെയ്യാൻ പോണത്. ഇനി നമുക്ക് ഈ മാജിക് സർക്കിളിനെ ക്ലോസ് ചെയ്യാതിനായിട്ട് ഈ നൂലൊന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ ഈ ഒരു സർക്കിൾ ചെറുതായി അതൊന്ന് ക്ലോസ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് 1 നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ജോയിൻ ചെയ്യാൻ പോണത് ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ മേലോട്ടാണ്. അപ്പോൾ ഹുക്ക് ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ കയറ്റി കൊടുത്ത ശേഷം ഇതേപോലെ യാൺ വലിക്കുക. എന്നിട്ട് ഹുക്കിന് മുകളിൽ കാണുന്ന ഈ ഒരു ലൂപ്പിനുള്ളിൽ കൂടെ വലിക്കുക. ഇങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ റൗണ്ട് 1 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൗണ്ട് 2 ചെയ്യാം. അതിനായിട്ട് ചെയിൻ 3 ഇട്ട് കൊടുക്കുക. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇനി ചെയിൻ 3 ചെയ്ത സെയിം സ്പേസിലോട്ട് ഇതാണ് ചെയിൻ 3 ചെയ്തിട്ടുള്ള സ്പേസ്. ഈ സെയിം സ്പേസിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെയിൻ 3നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം സ്പേസിലോട്ട് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി അടുത്ത സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്റ്റിച്ച്. ഇതിലോട്ട് ഇതേ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിലേക്ക് ഇനിയൊരു സെക്കൻഡ് ഡബിൾ ക്രോഷ്യ.
ഇനി അടുത്ത സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുക. അപ്പം ഈ ക്രോഷ്യയിൽ ഇൻക്രീസും ഡിക്രീസും ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു സർക്കിള് കൂട്ടി കൊണ്ടുവരല്ലേ. അപ്പോൾ ഈ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ വലിപ്പം കൂട്ടി കൊണ്ടുവരുന്നത്. ഓരോ റൗണ്ടിലും അതിൻ്റെ ഒരു പാറ്റേണിലാണ് നമ്മൾ കൂട്ടി കൊണ്ടുവരാം. അത് ഞാൻ ഇനി അടുത്ത റൗണ്ട് ആകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പം ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ 12 ഡബിൾ ക്രോഷ്യല്ലേ ചെയ്തേ. അപ്പം ഈ റൗണ്ടിൽ റൗണ്ട് 2ൽ 24 ഡബിൾ ക്രോഷ്യ വരും. കാരണം നമ്മൾ ഓരോ സ്റ്റിച്ചിലും താഴെയുള്ള റൗണ്ട് 1ലെ 12 സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ഈ റൗണ്ട് 2ൽ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇനി ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. നമുക്കിനി ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 24 സ്റ്റിച്ചില്ലേ എന്നുള്ളത്. ചിലപ്പോൾ നമ്മളൊരു സ്റ്റിച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 22 സ്റ്റിച്ചൊക്കെ കാണുള്ളൂ. അപ്പോൾ ഈ ഒരു സർക്കിൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഞാനിത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പം 24 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി ഇതേ ആദ്യത്തെ ഡബിൾ ക്രോഷ്യൻ്റെ മേലോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ടും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇതാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ അതിനകത്തോട്ട് ക്രോഷ്യ ഹുക്ക് കയറ്റിയിട്ട് ഒരു ലൂപ്പ് വലിക്കുക. പിന്നെ ഹുക്കിന് മുകളിലുള്ള ലൂപ്പിനുള്ളിലൂടെ വലിക്കുക. അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മൾ റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 3 ചെയ്യാനായിട്ട് ചെയിൻ 3 ചെയ്യാം. ഇനി ഈ ചെയിൻ 3ൻ്റെ സെയിം സ്പേസിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ ഇവിടെ ഈ കാണുന്ന സ്പേസാണ് ചെയിൻ 3ൻ്റെ സ്പേസ്. അതിക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക്, ഇതാണ് അടുത്ത സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഈ ഒരു സെയിം സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെയിൻ 3നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ആ സെയിം സ്പേസിലോട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അത് കഴിഞ്ഞാൽ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 2 1 2 1 എന്നുള്ള പാറ്റേണിലാണ് ഈ റൗണ്ട് 3 നമ്മൾ ചെയ്യാനായിട്ട് പോണത്. അപ്പം ഇനിയുള്ള സ്റ്റിച്ചസ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് ചെയ്യുക. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് 2 1 2 1 എന്നുള്ള ആ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്യണം. പിന്നെ ഈ അവസാനത്തെ സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണല്ലോ. അതായത് ചെയിൻ 3യും ഡബിൾ ക്രോഷ്യ ആണല്ലോ ചെയ്തത്. അപ്പോൾ ഈ അവസാനത്തെ സ്റ്റിച്ചിൽ വരുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യയാണ് വരിക. നമ്മളത് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞത്. നമ്മളുടെ ഈ റൗണ്ടിൽ ലാസ്റ്റ് സ്റ്റിച്ച് വരിക 1 ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അത് ഈ ഒരു റൗണ്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചും കൂടെ ബാക്കിയുണ്ട്. ഈ ഒരു സ്റ്റിച്ചിലേക്ക് 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അത് 1 ഡബിൾ ക്രോഷ്യ. എന്നിട്ട് ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ റൗണ്ടിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ മേലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇതാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. അതിനകത്തോട്ട് ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു യാൺ ഉണ്ടല്ലോ അതിൽ നിന്നൊരു ലൂപ്പ് വലിച്ചിട്ട് ഈ ലൂപ്പിനുള്ളിലൂടെ വലിക്കുക. ഇപ്പോൾ റൗണ്ട് 3 നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 4 ആണ്. അപ്പോൾ നമുക്ക് ചെയിൻ 3 ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആ ഒരു ചെയിൻ 3ൻ്റെ സെയിം സ്പേസിലോട്ട്
ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലും 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെയിം സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിലേക്ക് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അതെ, 1 ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഈ ഒരു റൗണ്ട് 4ൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ 2 1 1 2 1 1 2 1 1 ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ റൗണ്ട് 4 ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിൻ 3 ചെയ്തു, സെയിം സ്പേസിലോട്ടൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു, അപ്പോൾ അതാണ് 2. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ 1 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. വീണ്ടും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, അത് കഴിഞ്ഞിട്ട് 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ റൗണ്ട് 4 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 2 1 1 2 1 1 2 1 1 എന്നുള്ള ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ നമുക്കിനിത് ഈ ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ്, ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് ഈ റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി റൗണ്ട് 5 ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ മറ്റുള്ള റൗണ്ടൊക്കെ തുടങ്ങിയതുപോലെ തന്നെ ഈ റൗണ്ടിലും ചെയിൻ 3 ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ചെയിൻ 3ൻ്റെ സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ സെയിം സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സെയിം സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണില്ലേ, അങ്ങനത്തെ സ്റ്റിച്ചസിനാണ് ഇൻക്രീസ് എന്ന് പറയാം കേട്ടോ. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുക, അതായത് സെയിം സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ മാറ്റ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ തൊപ്പി പോലെ കുഴിഞ്ഞുണ്ടാവുക കേട്ടോ. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. നമ്മൾ ഇൻക്രീസ് പ്രോപ്പറായിട്ട് ചെയ്താലേ മാറ്റ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം, അതായത് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് 5ലെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ 2 1 1 1 2 1 1 1 2 1 1 1 എന്ന ആ ഒരു പാറ്റേണിലാണ് ഇപ്പോൾ ഈ ഒരു റൗണ്ട് 5 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ 2 1 1 1
2 1 1 1 എന്നുള്ള ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ റൗണ്ട് 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യേൻ്റെ മേലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ ഒരു റൗണ്ട് 5 ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റൗണ്ട് 5 ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 6 ആണ് ചെയ്യാനുള്ളത്. റൗണ്ട് 6ൽ ചെയിൻ 3 ചെയ്യാം. സെയിം സ്പേസിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത 4 സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം, അതായത് ഇൻക്രീസ് ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത 4 സ്റ്റിച്ചുകളിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇപ്പം ഈ ഒരു റൗണ്ട് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ 2 1 1 1 1 2 1 1 1 1 ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്യുന്നത്. അപ്പം ഓരോ റൗണ്ടിലും നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പം ഈ ഒരു റൗണ്ട് നമുക്ക് ഈ 2 1 1 1 1 എന്നുള്ള പാറ്റേണിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൗണ്ട് മാറ്റ് എന്ന് പറയുമ്പം. ഈ ഒരു പാറ്റേൺ അനുസരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ മാറ്റ് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാറ്റേൺ എന്ന് വിചാരിക്കണം. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 12 ഡബിൾ ക്രോഷ്യാണ് ചെയ്തത്. സെക്കൻഡ് റൗണ്ടിൽ ഇൻക്രീസ് മാത്രം, അതായത് എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തത്. തേർഡ് റൗണ്ടിൽ 2 1 2 1 2 1 എന്നുള്ള ആ ഒരു പാറ്റേൺ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇനി ഫോർത്ത് റൗണ്ടിലാണെങ്കിൽ 2 1 1 2 1 1 2 1 1 ആ ഒരു പാറ്റേൺ ആയിരുന്നു ഫോളോ ചെയ്തത്. ഇനി ഫിഫ്ത്ത് റൗണ്ടിലാണെങ്കിൽ 2 1 1 1 2 1 1 1 ആ ഒരു പാറ്റേൺ ആയിരുന്നു നമ്മൾ ഫിഫ്ത്ത് റൗണ്ടിൽ ഫോളോ ചെയ്തത്. സിക്സ്ത്ത് റൗണ്ടിലാണെങ്കിൽ 2 1 1 1 1 2 1 1 1 1 ആ ഒരു പാറ്റേൺ. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുമ്പം ആദ്യം ഇൻക്രീസ്, അതായത് ചെയിൻ 3 ചെയ്യുക, എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെയുള്ള 5 സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ റൗണ്ട് കൂടുന്തോറും ഇങ്ങനെ സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഈ മാറ്റ് ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി യാൺ ഇവിടെ കട്ട് ചെയ്തിട്ട് ഹുക്ക് കൊണ്ട് ഇങ്ങനെ വലിച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് ചെയ്യണില്ല, കാരണം ഞാനിതിനി കുറച്ചും കൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിനറ്റത്തൊരു ലേസ് പോലെ പോംപോംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു മാറ്റാണ്. ഇതേപോലാണ് നമ്മളിനി ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു പോംപോംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരിക്കും കാണിക്കാൻ പോണേ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പോംപോംസ് ആണ് കേട്ടോ. ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത് ഈ റൗണ്ട് മാറ്റൊന്നുമല്ല, സ്ക്വയർ മാറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഷോളിലോ ഡ്രസ്സിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ആ ഒരു വീഡിയോയും കൂടെ കണ്ടു നോക്കാം. ഇനി ഈ മാറ്റിൽ നിങ്ങൾക്ക് പോംപോംസ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പോംപോംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യാൺ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് ഇനിയും കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മറ്റൊരു വീഡിയോയുടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.